കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ടിവികെക്ക് ഇന്ന് നിർണായകം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ടിവികെയുടെ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. ദുരന്ത കാരണം പോലീസിന്റെ വീഴ്ചയാണെന്ന് ടിവികെയുടെ വാദം. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം വേണമെന്നാണ് ടിവികെയുടെ പ്രധാനപ്പെട്ട ആവശ്യം. എത്രത്തോളം നിർണായകമാണ് ഇന്ന് വിജയ്ക്കും ടിവികെയ്ക്കും? ആര്യ പാർവതി, ഈ കരൂർ ദുരന്തം ഉണ്ടാവുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ്. അതിനുശേഷം പിന്നീട് തമിഴ്നാട് സർക്കാരിന്റെ ഒരു പ്രത്യേക അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീഷ് അന്വേഷിക്കുന്ന ഈ സംഭവത്തിൽ പിന്നീട് പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ ടിവികെ പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ യാതൊരു രീതിയിലുള്ള ഒരു വിശ്വാസ്യതയുമില്ല. കാരണം പോലീസാണ് ഈ ദുരന്തത്തിന് പ്രധാനമായും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരോ ഈ സംഭവം അന്വേഷിച്ചാൽ അതിൽ കൃത്യമായി തങ്ങൾക്ക് നീതിയുക്തമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ തങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു നീതി ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ CBIയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര ഏജൻസിയോ ഈ സംഭവം കരൂർ സംഭവം അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ടിവികെയുടെ ആവശ്യം. എന്തായാലും അതിനിർണായകമായിട്ടുള്ള ഹർജി ഈ ദുരന്തം കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം തന്നെ ടിവികെ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ്. ആദ്യം മധുര ബെഞ്ച് പരിഗണിക്കുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് മധുര ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചിരുന്നത്. ഏതായാലും ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ അവധികാല ബെഞ്ചാണ് ടിവികെയുടെ ഹർജി പരിഗണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പിന്നീട് വിജയ്ക്കെതിരെ ഈ സംഭവത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെന്നൈ വില്ലുവാക്കം സ്വദേശി PS ദിനേശ് നൽകിയിട്ടുള്ള ഒരു ഹർജിയുണ്ട്. ആ ഹർജി കൂടി ഇന്ന് ഇരു ഹർജികളും പരിഗണിക്കുമ്പോൾ വിജയ്ക്കെതിരെ നൽകുന്ന ഹർജി സംഘാടനത്തിലെ പിഴവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ്, മനഃപൂർവ്വം വരുത്തിവെച്ച അപകടം എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് എതിർകക്ഷി വാദം നൽകിയിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം തിരിച്ചടിയും ഇന്ന് വിജയ്ക്കുണ്ടാവും? ആര്യ, അതായത് ഇന്ന് അതീവ നിർണായകമാണ് വിജയ്ക്കും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരും. വിജയ് പറയുന്ന പോലെ പോലീസിന്റെ പിഴവാണെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസിന്റെ പിഴവാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെങ്കിൽ ഇന്നത്തെ ഹർജി വിജയ്ക്കും ടിവികെക്കും അനുകൂലമായാൽ തന്നെ മാത്രമേ വിജയുടെയും ടിവികെയുടെയും അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണെന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ നിലവിൽ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വില്ലുവാക്കം സ്വദേശി ഉൾപ്പെടെ നൽകിയിട്ടുള്ളത് സംഘാടനത്തിൽ വന്ന വീഴ്ചയാണ്, വിജയ്ക്ക് വന്നിട്ടുള്ള വീഴ്ചയാണ്. പൂർവ്വം വിജയ് ഈ കരൂരിലേക്ക് എത്താൻ വേണ്ടി വൈകുകയായിരുന്നു. മാത്രമല്ല ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയില്ല, അവിടെ കൂടിയ ആളുകൾക്ക് വെള്ളം പോലും നൽകിയില്ല എന്നതാണ് ഇത് ആദ്യഘട്ടത്തിൽ പോലീസ് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ്. ഏതായാലും ഈ വിജയ്ക്ക് എതിരെ ഒരു പക്ഷേ ഉള്ള ഹർജി അത് കോടതി ഹർജിക്കാരൻ അനുകൂലമായി വിധിച്ചാൽ അത് വിജയ്ക്കും ടിവികെക്കും വളരെ രീതിയിൽ ബുദ്ധിമുട്ടാവും. വിജയ്ക്കെതിരെ കേസെടുക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉൾപ്പെടെ ഉണ്ടാവും. മാത്രമല്ല ഇന്ന് മദ്രാസ് ഹൈക്കോടതി ടിവികെയുടെ പ്രധാന നേതാക്കളായിട്ടുള്ള ബുദ്ധി ആനന്ദിന്റെയും അതുപോലെ തന്നെ നിർമ്മൽ കുമാർ ഈ 2 ടിവികെ നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ നിലവിൽ തന്നെ ഈ 2 നേതാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘങ്ങൾ നടത്തുന്നുണ്ട്. ഇവരുടെ അറസ്റ്റും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് വേണം മനസ്സിലാക്കാൻ. ആര്യ, ഏതായാലും ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ച് പ്രതിരോധം തീർക്കാനാണ് ടിവികെയുടെ ശ്രമം. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.